രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ ADGP വിജയൻ സാറും എടുത്തിരിക്കുന്ന ആ ഒരു ഇനീഷ്യേറ്റീവിനെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അർജുൻ ആയങ്കിക്കെതിരെ ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസ് എന്താണ്? ഈ അർജുൻ ആയങ്കിയേക്കാൾ ഡേഞ്ചർ ആയിട്ടുള്ള ഒരുപാട് കൊടും ക്രിമിനൽസ് കേരളത്തിലുണ്ട്. കൊടും ക്രിമിനൽസ് എന്ന് പറഞ്ഞാൽ കൊടും ക്രിമിനൽസ്. ഇവർക്ക് രാഷ്ട്രീയ ബന്ധങ്ങളൊന്നുമില്ല. ഈ പോലീസ് വിചാരിച്ചാൽ ഏത് വകുപ്പ് വേണമെങ്കിലും ആരുടെ മുകളിൽ വേണമെങ്കിലും ചുമത്താൻ വേണ്ടി പറ്റും. പോലീസിനെ വെല്ലുവിളിക്കുക, മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുക, അതോടൊപ്പം തന്നെ നമ്മുടെ ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിക്കുക, അതൊക്കെ നിയമത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. പിന്നെ ഇദ്ദേഹം ഇപ്പോൾ പല ചെറുപ്പക്കാർക്കും ഹീറോ ആയി മാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ആര് പരിശോധിക്കണം? കേരളത്തിൻ്റെ സിസ്റ്റം പരിശോധിക്കണം. അതായത് മന്ത്രിസഭയും പോലീസും ഒക്കെ പരിശോധിക്കണം. നമസ്കാരം. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് നിന്ന കള്ളനും പോലീസും കളിയിൽ അവസാനം പോലീസ് തന്നെ വിജയിച്ചിരിക്കുകയാണ്. ഇന്ന് വെളുപ്പിനെ, അതായത് ഞായറാഴ്ച പുലർച്ചെ അത്യാവശ്യം സാഹസികമായിട്ട് തന്നെയാണ് അർജുൻ ആയങ്കിയെ കേരള പോലീസ് ലോഡ്ജിൽ കയറി ഒരു വക്കീലിന്റെ പിടികൂടുന്നത്. അപ്പാർട്ട്മെന്റ്. അപ്പോൾ ഇതിൽ പിന്നാലെ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം വന്നത് കേരളത്തിൽ ആയങ്കി എന്നല്ല, ഒരു ഗുണ്ടയും വാഴാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ്. കാരണം മുന്നത്തെ കുറച്ച് വെല്ലുവിളികൾ അദ്ദേഹത്തിൻ്റെ വാശി കയറ്റിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് വ്യക്തമായിരുന്നു. അതുപോലെ തന്നെ പിന്നാലെ ADGP P. വിജയൻ പറഞ്ഞതും ഗുണ്ടകൾ എത്ര സ്മാർട്ടാണോ അതിനേക്കാൾ സ്മാർട്ടാണ് കേരള പോലീസ് എന്നാണ്. പിടികൂടിയില്ലായിരുന്നെങ്കിൽ വലിയൊരു നാണക്കേട് കേരള പോലീസിന് സമ്മാനിച്ചേക്കാവുമായിരുന്ന ഒരു വിഷയത്തിൽ പോലീസ് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അഭിമാനം കാത്തു എന്ന് തന്നെ പറയാം, അല്ലേ? രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ ADGP വിജയൻ സാറും എടുത്തിരിക്കുന്ന ആ ഒരു ഇനീഷ്യേറ്റീവിനെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അർജുൻ ആയങ്കിക്കെതിരെ ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസ് എന്താണ്? ഒരു CAയെ ഭീഷണിപ്പെടുത്തി എന്നൊരു കേസ് മാത്രമാണ് ഇപ്പോൾ ഈ അർജുൻ ആയങ്കിക്കെതിരെ ഉള്ളത്. അതിനു മുമ്പ് ഇനി 4 കേസുകൾ കൂടി ഉണ്ടെന്നാണ് അർജുൻ ആയങ്കി പറയുന്നത്. അർജുൻ ആയങ്കി എറണാകുളത്ത് വന്നത് എന്തോ ഒരു പുതിയ സ്റ്റാർട്ടപ്പ് ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സമയത്ത് സംശയാസ്പദമായിട്ട് ഈ അർജുൻ ആയങ്കിയെ കോതമംഗലത്ത് വെച്ച് പിടികൂടി എന്നൊക്കെയാണ് അർജുൻ ആയങ്കി പറയുന്നത്. കാരണം അർജുൻ ആയങ്കിയും ഇന്ത്യയുടെ ഒരു പൗരനാണ്. ആ രീതിയിൽ അർജുൻ ആയങ്കിയുടെ അവകാശവാദങ്ങൾ, അല്ലെങ്കിൽ അർജുൻ ആയങ്കിക്ക് ഏതെങ്കിലും തരത്തിൽ നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ? ഒരുവൻ സ്ഥിരം കുറ്റവാളിയായിട്ട് ഈ ലോകത്ത് ജീവിച്ചു പോകാൻ പറ്റത്തില്ലല്ലോ. അയാളുടേതായിട്ടുള്ള എന്തെങ്കിലും പുതിയ ജീവിത സാഹചര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് കോതമംഗലത്ത് വന്ന സമയത്താണ് ഈ പറഞ്ഞ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അല്ലെങ്കിൽ CI ഇദ്ദേഹത്തെ മനഃപൂർവ്വം പിടിച്ചകത്തിട്ടതാണോ? ആ കേസിലേക്ക് നയിച്ച സംഭവങ്ങൾ എന്താണ്? ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായൊരു വിശദീകരണം പോലീസ് നൽകേണ്ടത്. എനിക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ ADGP വിജയൻ സാറാണെങ്കിലും ഈ ഒരു വിഷയം കൂടി പരിശോധിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൂടാതെ മറ്റൊരു വശം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അർജുൻ ആയങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് സ്മഗ്ലിങ്ങുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണ പൊട്ടിക്കലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകളിൽ കൂടിയാണ് ഇദ്ദേഹം ഈ ഇത്ര കുപ്രസിദ്ധി നേടുന്നത്. അപ്പോൾ അത് ഒരുപക്ഷെ നമ്മൾ മോഹൻലാൽ സിനിമകളിലൊക്കെ, ഒരു 20-ാം നൂറ്റാണ്ട് പോലെയുള്ള സിനിമകളിലൊക്കെ ഈ ഗോൾഡ് സ്മഗ്ലിങ്ങിനെ കുറിച്ചൊക്കെ കണ്ടു വളർന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും അതിലേക്കൊക്കെ നയിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഒരു സാധാരണ സംഭവമാണ്. അത് കുറ്റകൃത്യമാണോ? കുറ്റകൃത്യമല്ല എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഈ അർജുൻ ആയങ്കിയേക്കാൾ ഡേഞ്ചർ ആയിട്ടുള്ള ഒരുപാട് കൊടും ക്രിമിനൽസ് കേരളത്തിലുണ്ട്. കൊടും ക്രിമിനൽസ് എന്ന് പറഞ്ഞാൽ കൊടും ക്രിമിനൽസ്. ഇവർക്ക് രാഷ്ട്രീയ ബന്ധങ്ങളൊന്നുമില്ല. ഇന്നിപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ വിജയൻ സാറും പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റീൽസ് ഇട്ട് നടക്കുന്ന എല്ലാ ക്രിമിനൽസുകളെയും തൂക്കി അകത്തിടുന്നതാണ്. തീർച്ചയായിട്ടും. കാരണം റീൽസ് ഇട്ട് നടക്കുന്നവർ ഇപ്പോൾ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പങ്കാളികളാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ പിടിച്ചകത്തിടണം എന്നുള്ള നിലപാടാണ്. മറിച്ച് അവരിപ്പോൾ ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസിലൊന്നും ഏർപ്പെടുന്നില്ല. പണ്ട് അവരൊരു ക്രിമിനൽസ് ആയിരുന്നിരിക്കാം, പക്ഷേ ഇപ്പോൾ അവരൊന്നും ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഇടപെടുന്നില്ല എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അവരുടെ നല്ല ജീവിതത്തിലൂടെ, അവരുടെ നല്ല ട്രാക്കിലൂടെ അവർക്ക് മുൻപോട്ട് പോകാനായിട്ടുള്ള ഒരു അവസരമാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. എനിക്ക് തോന്നുന്നു തൂഫാൻ്റെ ഒരു രീതി വെച്ച് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ കേരള പോലീസും എക്സൈസും ഒക്കെ എടുത്തിരിക്കുന്ന ഒരു നിലപാട് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ മയക്കുമരുന്ന് വിപണനം ചെയ്യുന്നവരായിക്കൊള്ളട്ടെ, ഉപയോഗിക്കുന്നവരായിക്കൊള്ളട്ടെ, അവർക്കൊരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും കൗൺസിലിംഗ് ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ രീതിയിൽ തന്നെ എല്ലാവരും ഗുണ്ടകളായിട്ടൊന്നും അല്ലല്ലോ ഇവിടെ ജനിക്കുന്നത്. അപ്പോൾ ഈ ഗുണ്ടകൾ ആവാനായിട്ട് അവർക്കുണ്ടായ സാഹചര്യം എന്താണ്? എന്നാൽ ജന്മന ഞാൻ ഗുണ്ടയായിട്ട് മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുന്ന കൊടും ക്രിമിനൽസ് ഉണ്ട്. അവരെ തീർച്ചയായിട്ടും അകത്തിട്ട് പൂട്ടേണ്ടതുണ്ട്. ഇത് കൂടാതെ തന്നെ ഈ റീൽസ് ഇട്ട് നടക്കുന്ന കുറേ ആളുകളുണ്ട്. ഈ കുറേ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് വലിയ രാഷ്ട്രീയ ബന്ധങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഇപ്പോൾ മരടനീഷിൻ്റെ ഒക്കെ ഇടയ്ക്ക് വലിയ റീൽസുകൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ അദ്ദേഹമൊക്കെ ഒരുപാട് പുസ്തക വായനയുള്ളതും ഒരുപാട് കാഴ്ചപ്പാടൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഒന്നും ഒരിക്കലും ഒരു ഗുണ്ട എന്നൊന്നും വിളിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് വേറെ രീതിയിൽ അവർ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ എന്നാൽ ഈ അർജുൻ ആയങ്കിയെ സംബന്ധിച്ചിടത്തോളം
ഇതിനൊക്കെ അപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള ബന്ധങ്ങളുണ്ട്, അല്ലെങ്കിൽ BJPയുടെ കേന്ദ്ര നേതൃത്വമൊക്കെ ആയിട്ട് ബന്ധമുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലുള്ള ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കിയെടുത്ത് എവിടേക്കുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അകത്തേക്ക് ഇടേണ്ടത്. അതിന് തുടക്കമായിട്ടുണ്ട്. അർജുനായെങ്കിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ഒരു തിമിംഗലമൊന്നുമല്ല, ഒരു സാധാരണ നാട്ടിൻപുറത്തുകാരൻ പയ്യൻ എന്നതിനപ്പുറത്തേക്ക് അവൻ്റെ ചില എന്താ പറയുക, ഈ ഒരു കേസ് എടുത്ത് പരിശോധിക്കുക. നമ്മൾ ഈ കേസ് എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഒരു CIA ഭീഷണിപ്പെടുത്തി എന്നുള്ളത് കുറ്റം തന്നെയാണ്. അതിന് ഇത്രയും വലിയ രീതിയിൽ ഒരു കീഴടങ്ങാൻ വേണ്ടിയിട്ട് എത്താമെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നീട് വീണ്ടും ഈ പറഞ്ഞ ആയങ്കിയുടെ സുഹൃത്തുക്കളെ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്തോ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഈ ആയങ്കിയും CAയും തമ്മിലുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അത് ബഹുമാനപ്പെട്ട വിജയൻ സാറും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പരിശോധിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് ആയങ്കിയും പറയുന്നുണ്ട്, ആ കേസ് എന്തായിരുന്നു എന്ന് അന്വേഷിച്ചിട്ട് അതിൽ ഞാൻ കുറ്റക്കാരനാണോ എന്ന് തെളിഞ്ഞാൽ ഞാൻ കീഴടങ്ങാം എന്നാണ് ആദ്യം പറഞ്ഞത്. അല്ല, തീർച്ചയായിട്ടും അത് വേണമെന്ന്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന റൈറ്റർ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു ഹെഡ് കോൺസ്റ്റബിൾ, ഈ ഹെഡ് കോൺസ്റ്റബിൾ വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ എത്ര വലിയ കൊമ്പനാണ് എന്ന് പറഞ്ഞാലും അവനെ പിടിച്ചകത്താൻ പറ്റും. ഈ പോലീസ് വിചാരിച്ചാൽ ഏത് വകുപ്പ് വേണമെങ്കിലും ആരുടെ മുകളിൽ വേണമെങ്കിലും ചുമത്താൻ വേണ്ടി പറ്റും. അതൊരു പേഴ്സണൽ വൈരാഗ്യത്തിൻ്റെ പേരിലാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ധാരണയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ആയങ്കിയുടെ രാഷ്ട്രീയം എന്തുമായിക്കൊള്ളട്ടെ, നമ്മൾ അതിനെ ഒന്നും എതിർക്കാനോ അനുകൂലിക്കാനോ ഒന്നും പോകുന്നില്ല. പക്ഷെ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള രീതിയിൽ അയാൾ പറയുന്ന കാര്യം എന്താണ്, അയാൾക്ക് പുതിയ ഒരു സ്റ്റാർട്ടപ്പ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് കൊച്ചിയിൽ വന്നു. ശത്രുക്കൾ എല്ലാവർക്കും ഉണ്ടാവും. ശത്രുക്കളുള്ള ആർക്കാണ്? ജീവിതത്തിൽ ലക്ഷ്യങ്ങളുള്ളവനും വിജയിക്കാൻ പോകുന്നവനുമാണ് ശത്രുക്കൾ ഉണ്ടാവുക. അല്ലാത്തവർക്ക് ശത്രു ഉണ്ടാവുമോ? അതായത് മാങ്ങയുള്ള മാവിലെ കല്ലെറിയുമെന്ന് പറഞ്ഞ പോലെ അവസ്ഥയാണ്. എങ്കിൽ അതിനുശേഷം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, അതായത് ഈ ഒളിവിൽ പോവുക, പോലീസിനെ വെല്ലുവിളിക്കുക, മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുക, അതോടൊപ്പം തന്നെ നമ്മുടെ ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിക്കുക, അതൊക്കെ നിയമത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. അത് സ്റ്റേറ്റിനെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ സിസ്റ്റത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. അത് തെറ്റാണത്. അതൊരു ചോരത്തിളപ്പ് കൊണ്ട് ചെയ്ത കാര്യമാണ്. ഈ വെടിവെക്കാൻ ഉത്തരവിട്ടു എന്നൊക്കെ പറഞ്ഞ കുറച്ച് വ്യാജവാർത്ത, അതൊക്കെ രമേശ് ചെന്നിത്തല ഇന്നലെ തന്നെ ആഭ്യന്തരമന്ത്രി അതൊക്കെ നിഷേധിച്ചു. കാരണം അങ്ങനെ ഒരാളെ വെടിവെക്കാനായിട്ട് ഉത്തരവിടാൻ വേണ്ടി പറ്റും. ഇതെന്തോ ഇത് വെള്ളരിക്കപ്പെടണോ? അത് വെള്ളരിക്കപ്പെടണോ ഒന്നും അല്ലല്ലോ. കാരണം അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടൊരു പക്ഷേ ഇടത് സൈബർ ഇടങ്ങൾ അടിച്ചിറക്കിയതായിരിക്കാം. എങ്കിൽ തന്നെയും ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊടും ക്രിമിനലുകൾ രാജാക്കന്മാരായിട്ട് ഇവിടെ വിലസുന്നുണ്ട്. അവർക്കെതിരെയാണ് നടപടി വേണ്ടത്. അതായത് ഡ്രഗ്സ് കടത്തി കോടികൾ സമ്പാദിച്ചിട്ടുള്ള, അനധികൃതമായിട്ടുള്ള സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ കൊടും ക്രിമിനലുകളാണ്. ഈ കൊടും ക്രിമിനലുകൾ ഈ പറഞ്ഞ കൊട്ടേഷൻ പണിക്ക് ഉപയോഗിക്കുന്ന ആരെയെന്നറിയോ? ഈ ഒന്നും അറിയാൻ പാടില്ലാതെ നടക്കുന്ന ഈ 18, 19, 20, 21, 22 വയസ്സൊക്കെയുള്ള കൊച്ചു പിള്ളേർ, അവർക്ക് കഞ്ചാവ് കൊടുക്കുക, MDMA കൊടുക്കുക, അതിനുശേഷം അവരെ ഈ പറഞ്ഞ ഒരു കത്തി കൊടുത്തു വിടുക, ഇങ്ങനത്തെ ഒക്കെയുള്ള ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അതല്ലാതെ ഇപ്പോൾ ഈ പറയുന്ന പല ആളുകളും, ഞാൻ ആരുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല, പല ആളുകളും അത്ര വലിയ ഒരു ക്രിമിനൽ സ്വഭാവമുള്ളവരാണ് എന്ന് ഞാൻ പറയുന്നില്ല. എന്ന് കരുതി അവരുടെ നെഞ്ചത്തേക്ക് കയറാൻ പോയി കഴിഞ്ഞാൽ തിരിച്ച് ഉറപ്പായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സംഘടന ഉണ്ടാവും. പിന്നെ ഈ പറയുന്ന ആളുകളെയൊക്കെ സൃഷ്ടിക്കുന്നവരാണ് മാധ്യമങ്ങളല്ലേ. ഈ 2 ദിവസമായിട്ട് ആയങ്കിക്ക് കേരളത്തിൽ കിട്ടിയിരിക്കുന്ന ഒരു വീരാരാധന ഒന്ന് ആലോചിച്ച് നോക്കൂ. വീരാരാധനല്ലേ? ചെറുപ്പക്കാരൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കല്ലേ? എല്ലാ മാധ്യമങ്ങളിലും അർജുനായങ്കിയെ അവിടെ, അർജുനായങ്കി ഇവിടെ. ഇത് മാധ്യമങ്ങളല്ലേ ഒരു അർജുനായങ്കിയെ ഇവിടെ സൃഷ്ടിച്ചെടുത്തത്? ഇത്രയും ഇതിനൊരു പ്രാധാന്യം നൽകേണ്ട കാര്യമുണ്ടോ? മാധ്യമങ്ങൾ ഈ സമയത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടിരുന്ന വാർത്ത ഏതായിരുന്നു? പ്രളയം നടക്കുന്നു, അതോടൊപ്പം തന്നെ കടലിൽ കാണാതായിരിക്കുന്ന ആളുകൾ, ഇവരെക്കുറിച്ചൊക്കെ സംസാരിക്കേണ്ട സമയത്ത് ഈ അർജുനായങ്കി ഓപ്പറേഷൻ്റെ പുറകെ പോകേണ്ട കാര്യമുണ്ടായിരുന്നു. ഈ ആയങ്കിയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു പബ്ലിസിറ്റി ഒന്നും കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇദ്ദേഹം ഇപ്പോൾ പല ചെറുപ്പക്കാർക്കും ഹീറോ ആയി മാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ആര് പരിശോധിക്കണം? കേരളത്തിൻ്റെ സിസ്റ്റം പരിശോധിക്കണം. അതായത് മന്ത്രിസഭയും പോലീസും ഒക്കെ പരിശോധിക്കണം. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അർജുനായങ്കിക്ക് നീതി നിഷേധിക്കപ്പെടാൻ പാടില്ല. എന്നാൽ അർജുനായങ്കി മൂലം ആർക്കെങ്കിലും നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കപ്പെടണം. കുറ്റവാളിയാണെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. പക്ഷേ അത് ഈ അർജുനായങ്കി പറഞ്ഞിരിക്കുന്ന ഈ കോതമംഗലം വിഷയം, ആ കോതമംഗലം വിഷയം കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയും വിജയൻ സാറും പരിശോധിക്കണം. ഈ പറഞ്ഞ അർജുനായങ്കി പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച്. അതുകൂടാതെ അർജുനായങ്കി ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും കേരള പോലീസ് അതിശക്തമായ നടപടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതല്ലാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേഴ്സണൽ ഗ്രഡ്ജ് മൂലമാണ് ഈ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതെങ്കിൽ അതിനെതിരെ നടപടി വേണം.
കാരണം ഒരുവൻ സ്ഥിരം ഗുണ്ടയായിട്ട് നടക്കാനൊന്നും ഒരുത്തനും ആഗ്രഹിക്കത്തില്ല. സ്ഥിരം ഒരു ഗുണ്ടയായിട്ട് റോഡിൽ കൂടെ നടക്കാൻ വേണ്ടി ആരെങ്കിലും ആഗ്രഹിക്കുമോ? ഇത് ഒരു ഗുണ്ടയെ സംബന്ധിച്ചിട്ട് അവൻ്റെ ജീവൻ എന്നാണെങ്കിലും ഭീഷണിയില്ലേ. ഒരു ഗുണ്ടയ്ക്ക് മറ്റൊരു ഗുണ്ട തന്നെ ആയിരിക്കുമല്ലോ ശത്രു എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളെ ഗുണ്ട എന്ന് തന്നെ വിളിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. എന്നാൽ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളെ അടിയന്തരമായിട്ട് തന്നെ ഇന്ന് വിജയൻ സാർ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായിട്ടും അവരെ എല്ലാം കൽത്തുറങ്കിൽ അടയ്ക്കേണ്ടതുണ്ട്. അവരെല്ലാം കാപ്പ കേസ് ചുമത്തി 6 മാസം നാട് കടത്തി വിട്ടിട്ടൊന്നും കാര്യമില്ല. അവരെ കൃത്യമായിട്ട് വേണ്ട രീതിയിൽ തന്നെ സംസ്ഥാന സർക്കാർ കൈകാര്യം ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഏതെങ്കിലും ഒരു ഭീഷണിക്ക് വഴങ്ങി മിണ്ടാതിരിക്കുന്ന ആളല്ല സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രി എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് വിജയൻ സാറിനെ പോലെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ സംസ്ഥാനത്തെ ADGP ആയിട്ടിരിക്കുന്ന സമയത്ത് ദൈവത്തെ ഓർത്ത് വെല്ലുവിളിക്കാൻ വേണ്ടി പോകരുത്. ഏറ്റവും ഊന്നി പറയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള പോലീസിനെ വെല്ലുവിളിക്കാൻ വേണ്ടി പോകരുത്. കാരണം കേരള പോലീസ് വിചാരിച്ചാൽ ഈ ഭൂലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ആരൊളിച്ചിരുന്നാലും, അതിപ്പോൾ മൊബൈൽ ഫോൺ ഓണാക്കിയിട്ടിരുന്നാലും VPN വേറെ സെറ്റ് ചെയ്തിട്ടിരുന്നാലും എന്തെല്ലാം കാണിച്ചിട്ടിരുന്നാലും കേരള പോലീസ് മനസ്സ് വെച്ചാൽ ഒരാളെ പിടിക്കാൻ വേണ്ടിയിട്ട് മണിക്കൂറുകൾ മാത്രം മതി എന്നുള്ള കാര്യം എല്ലാവരും ഓർക്കുന്നത് നല്ലതായിരിക്കും.